പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിവിൻ പോളി സിനിമ സർവ്വമായ മൂവിയുടെ കളക്ഷൻ റിപ്പോർട്ട് പറയാൻ വേണ്ടിയാണ്. സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് വന്നതോടുകൂടി കളക്ഷൻ്റെ കാര്യത്തിലും വർധനവ് സംഭവിച്ചിട്ടുണ്ട്. സിനിമയുടെ ട്രാക്കിംഗ് കളക്ഷനായി വന്നിരിക്കുന്നത് 1,20,00,000 രൂപയായിരുന്നു. എന്നാൽ സിനിമ ടോട്ടൽ കേരള കളക്ഷൻ എന്ന് പറയുന്നത് 3,45,00,000 രൂപയിലേക്ക് സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഈ ക്രിസ്മസ് കാലം നിവിൻ പോളി തൂക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നു. ഇന്നലെ റിലീസായ രണ്ടാമത്തെ സിനിമയാണ് മോഹൻലാൽ നായകനായി വന്ന ഋഷഭ മൂവി. ഇതൊരു തെലുങ്ക് മൂവിയായിരുന്നു. സിനിമയ്ക്ക് ഒട്ടും ഹൈപ്പില്ലായിരുന്നു. സിനിമയ്ക്ക് കേരളത്തിൽ നിന്നും നെഗറ്റീവ് റെസ്പോൺസ് വന്നതോടുകൂടി കളക്ഷൻ്റെ കാര്യത്തിലും ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്നും കളക്ഷൻ നേടാൻ സാധിച്ചത് വെറും 45 ലക്ഷം രൂപയാണ്. ഇന്നലെ ഡിസംബർ 25 ക്രിസ്മസ് റിലീസായി വന്ന സിനിമയ്ക്ക് നേടാൻ സാധിച്ചത് ഒരു മോശം കളക്ഷൻ തന്നെയാണ് ഈ മോഹൻലാൽ സിനിമ നേടിയത്. അടുത്ത സിനിമ ഹാല് മൂവിയാണ്. ഷൈം നിഗമാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചത്. സിനിമയ്ക്ക് കേരളത്തിൽ നിന്നും പോസിറ്റീവ് റെസ്പോൺസ് ആണ് വന്നത്. എങ്കിലും സിനിമയ്ക്ക് കളക്ഷൻ്റെ കാര്യത്തിൽ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. സിനിമയ്ക്ക് കേരളത്തിൽ നിന്നും നേടാൻ സാധിച്ചത് വെറും 3 ലക്ഷം രൂപയാണ്. ഈ മൂവിക്ക് കളക്ഷൻ കൂടാനുള്ള സാധ്യത കാണുന്നു. അപ്പോൾ ഇതുപോലെയുള്ള സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എല്ലാവർക്കും നന്ദി, നമസ്കാരം.